ഹായ് ഫ്രണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ SRB എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് എറണാകുളം തൃപ്പൂണിത്തുറ ടൗണിൽ 40 സെൻറ്റ് സ്ഥലത്ത് 5000 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചുള്ള ഒരു പഴയ നാലുകെട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ടൗണിൽ കൊമേഴ്സ്യൽ പ്ലോട്ടായിട്ട് ഉപയോഗിക്കാനും മറ്റും സാധിക്കുന്ന രീതിയിൽ പഴക്കമുള്ള ഒരു നാലുകെട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം മെയിൻറ്റെയിൻസ് ചെയ്ത് വാർത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശം കംപ്ലീറ്റ് മച്ചുകളും പുരാതനമായ ഒരുപാട് വസ്തുക്കളുള്ള ഒരു വീടാണ്. 5000 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. 40 സെൻറ്റ് സ്ഥലത്താണ് ഈ വീടിരിക്കുന്നത്. കൊമേഴ്സ്യൽ പ്ലോട്ടായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്ന രീതിയിൽ വളരെ തിരക്കുള്ള റോഡിൻ്റെ, അതായത് തൃപ്പൂണിത്തുറ ടൗണിനകത്ത് തന്നെയാണ് ഈ വീട് ഉള്ളത്. ഇത് നമ്മൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്കാണ് കയറുന്നത്. വളരെ നല്ല രീതിയിൽ ഗാർഡനെല്ലാം സെറ്റ് ചെയ്ത് ഒരുപാട് ഫ്രണ്ടേജ് ഉള്ള ഒരു വീടാണിത്. ഈ വീട്ടിൽ പുതിയതായിട്ട് ലാൻഡ്സ്കേപ്പെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൽ മാത്രം വാർത്തിട്ടുള്ളതാണ്. ഇത് വാർത്തേക്കണമെന്ന് വെച്ചാൽ ഒരു മെയിൻറ്റെയിൻസ് ചെയ്തിട്ട് ഫ്രണ്ടിൽ മാത്രമാണ് ഈ വീടിൻ്റെ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം ഓടും മച്ചെല്ലാമാണ്, പഴയ രീതിയിലുള്ള മച്ചാണ്. അകത്തുള്ള സ്ഥലമെല്ലാം നമുക്ക് കാണാം. നല്ല രീതിയിൽ ഗാർഡനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ലാൻഡ്സ്കേപ്പെല്ലാം ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു നാലുകെട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വാട്ടർ കണക്ഷനും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ വാട്ടർ എല്ലാമുള്ള ഒരുപാട് ഫ്രണ്ടേജൊക്കെയുള്ള കൊമേഴ്സ്യൽ പ്ലോട്ടിനും പറ്റിയ ഒരു വീടാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുന്നത്. ഇത് വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലമാണ്. വീടിൻ്റെ 4 സൈഡും ഇതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ കട്ട വിരിച്ചിട്ടുണ്ട്. മറ്റു ഭാഗങ്ങൾ വാഴയും മറ്റു മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് വഴിയുണ്ട്. ഈ വീടിന് 2 വഴിയുണ്ട്. ഏതാണ്ട് 5 മീറ്ററോളം വീതിയുള്ളൊരു വഴിയും ഏതാണ്ട് ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു റോഡുമാണുള്ളത്. വീടിൻ്റെ പടിഞ്ഞാറ് വശത്തും തെക്ക് വശത്തുമായിട്ടാണ് വഴിയുള്ളത്. ഇത് ഈ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ കുറച്ച് ഭാഗങ്ങൾ കട്ടയെല്ലാം വിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടിരിക്കണം. മറ്റു ഭാഗങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. 40 സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത്. ഈ വീടാണെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. വറ്റാത്ത ഒരു കിണറും ഇതിനകത്തുണ്ട്. ഇത് ഈ വീടിൻ്റെ വടക്ക് സൈഡിലുള്ള സ്ഥലമാണ്. ഇത് ഈ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലമാണ്. ഒരുപാട് കോളങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പഴയ പുരാതനമായ രീതിയിൽ തന്നെ പണിതിട്ടുള്ള ഒരു നാലുകെട്ടാണിത്. വർഷങ്ങളോളം പഴക്കമുള്ളൊരു വീടാണ്. വീണ്ടും നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടേജിലേക്ക് വന്നു. ഫ്രണ്ടേജിൽ ഈ കാർ പോർച്ച് മാത്രമാണ് വാർക്കയായിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളെല്ലാം ഓടുമെഞ്ഞ് നാലുകെട്ട് തന്നെയാണ്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ വരുന്നത്. സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ ചെയ്തിട്ട് നമ്മളത് മൊത്തം മെഷ് വെച്ച് മറച്ചിരിക്കുകയാണ്. ഇവരുടെ താമസാർത്ഥം ഇതെല്ലാം മെഷ് വെച്ചിട്ടിരിക്കുകയാണ്. ഇത് സിറ്റ് ഔട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് തേക്കിലാണ് പണിയിപ്പിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടെല്ലാം കംപ്ലീറ്റ് മരങ്ങളും തേക്കാണ്.
പഴയ ഓലക്കുടയും എല്ലാം ഈ വീടിനകത്തുണ്ട്. ഒരുപാട് വസ്തുക്കളെല്ലാം ഇതിനകത്ത് ഉള്ളൊരു വീടാണ്. നല്ല മച്ചും പഴയതുള്ള ഫാനുകളും എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ ഈ വീടിൻ്റെ ഡ്രോയിങ് ഹാളിലേക്കാണ് നമ്മൾ ഇപ്പോൾ ചെന്നിരിക്കുന്നത്. പഴയ രീതിയിലുള്ള ഫർണിച്ചറുകളാണുള്ളത്. വളരെ വലിയൊരു ഡ്രോയിങ് ഹാളാണുള്ളത്. ഒരുപാട് ബെഡ്റൂമുകളൊക്കെ ഇതിനുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. 2 ബെഡ്റൂമുകൾ, താഴത്ത് 2-3 ബെഡ്റൂമുകളാണുള്ളത്. നമ്മൾ ഡൈനിങ്ങിലേക്കാണ് പോയിരിക്കുന്നത്. ബെഡ്റൂം നമുക്ക് അടുത്ത് കാണാം. ഇത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിൻ്റെലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പൂജാമുറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനിപ്പുറത്തൊരു വരാന്ത പോലെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പഴയ ഒരു രീതിയിലാണ് ഈ വീടിൻ്റെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ഡൈനിങ് ആണ്. വളരെ വലിയൊരു ഡൈനിങ് ആണ്. മൊത്തം തേക്കിൽ പാനൽ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വുഡെല്ലാം തേക്കാണ്. കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കിച്ചണാണിത്. വളരെ വലിയൊരു കിച്ചണാണ്. ഞാനിത് ഈ വീഡിയോ ഒരുപാട് എടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതൊരു ബെഡ്റൂമാണ്. നമുക്ക് താഴത്തുള്ള ഒരു ബെഡ്റൂമാണത്. വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമ്മൾ വളരെ ഓടിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കാരണം ഇത് മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഓടിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഈ ഹാളിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇത് താഴത്തുള്ള ഒരു ബെഡ്റൂം തന്നെയാണത്. സോറി, അത് ബെഡ്റൂം അല്ല, ചെറിയൊരു റൂമാണത്. ബെഡ്റൂമിലേക്ക് നമ്മൾ പോകാം. ഇതാണതൊരു ബെഡ്റൂമാണത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണത്. കംപ്ലീറ്റ് മച്ചാണ്. തേക്കിൻ്റെയാണ് വുഡെല്ലാം ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിലുള്ളൂ. അതിലും ഉള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണുള്ളത്. നമ്മളിത് അപ്സ്റ്റെയറിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. സ്റ്റെയർ ആണെങ്കിൽ മൊത്തം വുഡിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയറാണ്. കംപ്ലീറ്റ് തേക്കിൽ പഴയ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയറാണ് ഇതിലുള്ളത്. മൊത്തം മച്ചെല്ലാം പാനൽ ചെയ്തിട്ടാണുള്ള ഒരു സ്റ്റെയറാണ്. നമ്മൾ വീഡിയോ എടുക്കാനാണെങ്കിൽ ഒരുപാട് ഇതിൻ്റെ അകത്ത് കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിത് ഓടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ അപ്സ്റ്റെയറിലേക്ക് കയറിയിരിക്കുന്നു. ഒരു അപ്സ്റ്റെയറിലൊരു സിറ്റ് ഔട്ട് പോലെ ഇത് ചെയ്തിട്ടുണ്ട്. പഴയ ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉള്ളത്. വളരെ വലിയൊരു ബാൽക്കണി എന്ന് പറയാം നമുക്ക്. അതിൽ ഓട് മേഞ്ഞിരിക്കുകയാണ്. പഴയൊരു കട്ടിലും ഈ ബാൽക്കണിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്സ്റ്റെയറിലാണുള്ളത്. അപ്സ്റ്റെയറിലും 2 ബെഡ്റൂം അപ്സ്റ്റെയറിലുണ്ട്. ഇത് തൃപ്പൂണിത്തുറ രാജകീയ നഗരത്തിലെ തൃപ്പൂണിത്തുറ ടൗണിൽ തന്നെയാണ് ഈ വീടുള്ളത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ടൗണിൽ നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിനും ഉപയോഗിക്കാവുന്ന ഒരു സെൻറ്ററിലാണ് ഈ വീടുള്ളത്. അകത്തുള്ള മറ്റ് റൂംസുകളാണ് കാണിക്കുന്നത്.
പഴയ പുരാതനമായ ഒരുപാട് ഐറ്റംസുകൾ ഈ വീട്ടിലുണ്ട്. എല്ലാ റൂമിലും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ ടൗണിലാണ് ഈ വീടുള്ളത്. ഇതിൻ്റെ ദർശനം വന്നിരിക്കുന്നത് പടിഞ്ഞാട്ടാണ്. വീടിൻ്റെ പടിഞ്ഞാറ് സൈഡും തെക്ക് സൈഡും വഴിയുണ്ട്. പടിഞ്ഞാറ് സൈഡിലുള്ള വഴി ഹൈവേ ആണ്, ഹൈവേ ഫ്രണ്ടേജാണ്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു ഓപ്പൺ ഏരിയയാണ്. ബാക്ക് സൈഡിലുള്ളതാണ് മൊത്തം ഷീറ്റ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു ഓപ്പൺ സ്പേസാണ്. ഡാൻസ് പിടിപ്പിക്കുക അങ്ങനെ അപ്പോൾ എന്ത് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനായിട്ടുള്ളൊരു വളരെ വലിയൊരു സ്പേസാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ളത്. അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മുകളിൽ കുക്കിംഗ് ചെയ്യാനുള്ള ഒരു കിച്ചണും മുകളിൽ ഇതിന് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുന്നതാണെങ്കിൽ കുക്കിംഗ് ചെയ്യാനുള്ളൊരു സ്പേസും ഇതിൻ്റെ ടോപ്പിൽ ചെയ്തിട്ടുണ്ട്.